ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഒരാഴ്ച മുന്നേ മലയാളം സിനിമകളിൽ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമകളെ പ്രേക്ഷകർ അറിയിച്ചിരുന്നുവല്ലോ. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ നമ്മുടെ സ്വന്തം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത 10 സിനിമകൾ ഇതൊക്കെയെന്നും അവയുടെ കളക്ഷനും ആണ് ഈ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ കേരള ബോക്സ് ഓഫീസിലെ നിലവിലെ ഇൻഡസ്ട്രേറ്റ് വിജയ സിനിമ അത് 2018 എന്ന സിനിമ തന്നെയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ടോപ്പ് 10 ലിസ്റ്റിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചെങ്കിലും 2018 കേരള കളക്ഷൻ ഇനിയും ഒരു മലയാളം സിനിമയ്ക്കും മറികടക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. 89 കോടിയായിരുന്നു സിനിമയുടെ കേരള ഫൈനൽ ഗ്രോസ് കളക്ഷൻ. 2023 2018 റിലീസ് ചെയ്തത്. ചിത്രത്തിന്റെ കളക്ഷൻ ഏതെങ്കിലും ഒരു മലയാളം സിനിമ എത്രയും വേഗം മറികടക്കട്ടെ. ഒപ്പം തന്നെ 100 കോടിയിലേക്ക് കേരള ബോക്സ് ഓഫീസിൽ ഒരു സിനിമയ്ക്ക് എത്തപ്പെടാൻ കഴിയട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. രണ്ടാം സ്ഥാനത്തുള്ള സിനിമ പുലിമുരുകൻ എന്ന സിനിമയാണ്. ലാലേട്ടൻ നായകനെ എത്തിയ വൻ തരംഗമായ 2016 സിനിമ 85 കോടിയാണ് കേരളത്തിൽ ഫൈനൽ ഗ്രോസ് ആയിട്ട് നേടിയെടുത്തത്. മൂന്നാം സ്ഥാനത്ത് ബ്ലസി സംവിധാനം ചെയ്ത പൃഥ്വിരാജിന്റെ ആടുജീവിതമാണ്. നോമ്പുകാലത്ത് റിലീസ് ചെയ്തിട്ട് പോലും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 79 കോടി 20 ലക്ഷത്തിലധികം ഗ്രോസ് ആണ് സിനിമ നേടിയെടുത്തത്. നാലാം സ്ഥാനത്ത് 2024 വൻ തരംഗമായ സിനിമ ആവേശം എന്ന സിനിമയാണ്. ഫഹദ് നായകനെ എത്തിയ സിനിമ 76 കോടി 10 ലക്ഷമാണ് കേരളത്തിൽ ഗ്രോസ് കളക്ഷൻ ആയിട്ട് നേടിയെടുത്തത്. അഞ്ചാം സ്ഥാനം നിലവിൽ കരസ്ഥമാക്കിയിരിക്കുന്നത് മഞ്ഞുമൽ ബോയ്സ് ആണ്. അത് ഈ വർഷത്തിലെ മറ്റൊരു വൻ തരംഗമായ മലയാളം സിനിമയാണല്ലോ. 72 കോടിയായിരുന്നു സിനിമയുടെ ഫൈനൽ കേരള ഗ്രോസ് കളക്ഷൻ. ആറാം സ്ഥാനത്ത് നമ്മുടെ ലാലേട്ടന്റെ ലൂസിഫർ എന്ന സിനിമയാണ്. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത 2019 സിനിമ കേരളത്തിൽ നിന്നും 64 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ ആയിട്ട് നേടിയെടുത്തത്. ഏഴാം സ്ഥാനത്ത് ക്ലാഷ് റിലീസിനിടയിൽ പോലും തിയേറ്ററുകളിലെ തരംഗമായ പ്രേമലു എന്ന സിനിമയാണ്. നസ്ലൻ നായകനെ എത്തിയ സിനിമ 62 കോടി 70 ലക്ഷമാണ് കേരളത്തിൽ ഗ്രോസ് ആയിട്ട് നേടിയെടുത്തത്. എട്ടാം സ്ഥാനത്ത് 2023 മറ്റൊരു വമ്പൻ മാസ് സിനിമ RDX എന്ന സിനിമയാണ്. 52 കോടി 50 ലക്ഷത്തിലധികമായിരുന്നു സിനിമയുടെ കേരള ഗ്രോസ് കളക്ഷൻ. ലിസ്റ്റിൽ 9ാമത്തെ സിനിമ വീണ്ടും ഒരു ലാലേട്ടൻ സിനിമയാണ്. നേര് എന്ന സിനിമയാണത്. 47 കോടി 70 ലക്ഷത്തിന് മുകളിലായിരുന്നു സിനിമയുടെ ഫൈനൽ കേരള ഗ്രോസ് കളക്ഷൻ. ഒരു OTT കോർണർ റൂം ഡ്രാമ മെറ്റീരിയൽ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടും സിനിമ ലിസ്റ്റിലെ വമ്പൻ കളക്ഷൻ നേടിയെടുത്ത മലയാളം സിനിമ എന്ന് പ്രത്യേകം എടുത്തു പറയട്ടെ. 10ാം സ്ഥാനത്ത് ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഗുരുവായൂർ അമ്പലനടയിലാണ്. സിനിമയുടെ കേരള ഗ്രോസ് നിലവിൽ 47 കോടി 60 ലക്ഷത്തിന് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഏത് നിമിഷവും നേരിന്റെ കളക്ഷൻ മറികടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴും നേര് 10ാം സ്ഥാനത്ത് ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയം വേണ്ട. അപ്പോൾ ഇതാണ് ടോപ്പ് 10 കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമകളുടെ പട്ടിക. ഈ ലിസ്റ്റിലില്ലാത്ത മറ്റെല്ലാ പ്രമുഖ നടന്മാർക്കും മോളിവുഡിലെ താരങ്ങൾക്കെല്ലാം തന്നെ എത്രയും വേഗം ലിസ്റ്റിൽ ഇടം പിടിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു.